നബിവചനം. ഒരിക്കലൊരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ അയാൾക്ക് അതികഠിനമായ ദാഹം അനുഭവപ്പെട്ടു. അദ്ദേഹം വഴിവക്കിലുള്ള കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ച് ശേഷം അതിൽ നിന്ന് കയറി നോക്കുമ്പോൾ ഒരു നായ നാവ് നീട്ടി ദാഹം സഹിക്കവയ്യാതെ മണ്ണ് കപ്പുകയാണ്. അപ്പോൾ അയാൾ ചിന്തിച്ചു, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ പ്രയാസം തന്നെയാണല്ലോ ഈ നായയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടനെ അദ്ദേഹം കിണറ്റിൽ ഇറങ്ങിയിട്ട് തൻ്റെ ഷൂസിൽ വെള്ളം നിറച്ച് വായ കൊണ്ട് കടിച്ചു പിടിച്ച് കരക്ക് കയറി ആ നായക്ക് കുടിക്കാൻ കൊടുത്തു. ആ കാരണം കൊണ്ട് തന്നെ ദൈവം അയാളോട് നന്ദി കാണിക്കുകയും അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ അനുയായികൾ ചോദിച്ചു, പ്രവാചകരെ, നാൽക്കാലികൾക്ക് വല്ല ഉപകാരവും ചെയ്താൽ ഞങ്ങൾക്ക് അതിന് പ്രതിഫലം ലഭിക്കുമോ? നബി പറഞ്ഞു, ജീവനുള്ള ഏത് ജന്തുവിന് ഉപകാരം ചെയ്താലും പ്രതിഫലം ലഭിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ 6-ാം അധ്യായം 38-ാം സൂക്തത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഭൂമിയിൽ സഞ്ചരിക്കുന്ന ഏതൊരു ജന്തുവും പറക്കുന്ന പക്ഷികളും നിങ്ങളെപ്പോലുള്ള സമൂഹങ്ങൾ തന്നെയാണ്. ഏതൊരു ജീവിയോടും കാരുണ്യത്തോടെ വർത്തിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു ജീവിയെയും ഉപദ്രവിക്കരുത്, അന്യായമായി വധിക്കരുത്. ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അവയോട് കാരുണ്യത്തോടും വാത്സല്യത്തോടെയും വർത്തിക്കണം എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മനുഷ്യരെ ഉപദ്രവിക്കുന്ന, ജീവന് ഭീഷണി ഉയർത്തുന്നവയെ കൊല്ലുന്നതിൽ തെറ്റില്ല. കാരണം മനുഷ്യജീവന് പവിത്രമായ സ്ഥാനമാണുള്ളത്. ദൈവം പ്രത്യേകം ദൈവം ആദരിച്ച സൃഷ്ടിയുമാണല്ലോ മനുഷ്യൻ. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആഹാരത്തിന് വേണ്ടി സൃഷ്ടിച്ച ജീവികളെയും അറുത്ത് ഭക്ഷിക്കാവുന്നതുമാണ്.